الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على سيدنا محمد وعلى آله وأصحابه الفائزين برضا الله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അളവറ്റ അനുഗ്രഹത്തിൻ്റെ പേരിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഓർത്തു വെക്കാൻ ഉതകുന്ന നിലയിലുള്ള വളരെ മഹനീയമായ മഹത്തരമായ ഒരു സംരംഭത്തിന് നമ്മളെയൊക്കെ സാക്ഷികളാക്കുകയാണ്. ഭക്തി നിർഭരമായ ഈ വേദിയിൽ, ബോധഗംഭീരമായ ഈ വേദിയിൽ പരിശുദ്ധ ഖുർആനിൻ്റെ ആഴത്തിലുള്ള പഠനം വളരെ അത്ഭുതകരമായ നിലയിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിർവഹിക്കുകയും മാത്സര്യബുദ്ധിയോടുകൂടി പരിശുദ്ധ ഖുർആനിനെ മനനം ചെയ്ത് പഠനം നടത്തി ആ ഖുർആനിക സന്ദേശത്തിൻ്റെ തണലിൽ ജീവിക്കാനുള്ള ആശയും ത്വരയും ആഗ്രഹവും വർദ്ധിപ്പിച്ച് കണ്ടുനിന്ന കേട്ടു നിൽക്കുന്ന നമുക്കൊക്കെ എന്തെന്നില്ലാത്ത ഒരാവേശം പകർന്ന്, പ്രചോദനം പകർന്ന്, ഇങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര മഹത്തരമായ മഹനീയമായ ഒരു സംരംഭത്തിനാണ് നമ്മളിപ്പോൾ ഇവിടെ സാക്ഷികളാകുന്നത്. ഖുർആൻ മത്സരമെന്നും മുസാബക്ക എന്നുമൊക്കെ ഇതിന് നമ്മൾ ഔപചാരികതയുടെ പേരിൽ നാമം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും അക്ഷരാർത്ഥത്തിൽ മനുഷ്യ മനസ്സുകളിലേക്ക് ഖുർആനിനോടുള്ള ഒരടുപ്പം സൃഷ്ടിക്കാൻ, അടുപ്പം വളർത്താൻ, ഖുർആനിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങുന്നതിനുള്ള ആവേശം നമ്മളിലൊക്കെ ജനിപ്പിക്കാൻ, സമൂഹത്തിലെ, സമുദായത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും അത്തരം പ്രചോദനം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള മഹത്തായ ഒരു സേവനവും സംരംഭവുമാണ് ഇവിടെ ഇന്നിപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും നാടിന് വെളിയിലുമൊക്കെ ഖുർആൻ പാരായണ മത്സരങ്ങൾ നമ്മൾ സ്ഥിരമായി കേൾക്കാറുണ്ട്. ഖുർആനിൻ്റെ ഹിഫ്ള് മത്സരങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഖുർആനിൻ്റെ ആശയങ്ങളും കൂടി ഉൾക്കൊള്ളിച്ച് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കൂടി മാത്സര്യബുദ്ധിയോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൈപിടിച്ചാനയിക്കുന്ന ഒരു രീതി തീർച്ചയായും പുതുതാണ്. നമുക്കൊക്കെ ഒരു പുതിയ അറിവും അനുഭവവുമാണ്. നമ്മളുടെ സമുദായത്തിൻ്റെ, സമൂഹത്തിൻ്റെ ഉറങ്ങിക്കിടക്കുന്ന ചിന്തകളെ ഉണർത്തുവാനും ആ ചിന്തകൾക്ക് പവിത്രമായ പരിശുദ്ധമായ ഖുർആനിൻ്റെ വെളിച്ചം പകരുവാനും അങ്ങനെ ഇരുണ്ട യുഗത്തെ വെളിച്ചത്തിലേക്ക് ആനയിച്ചിട്ടുള്ള ഈ ഗ്രന്ഥവരികൾ ഒരിക്കൽ കൂടി അത്ഭുതം ആവർത്തിക്കുവാനും ഇതിടയാക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശിക്കുകയാണ്, ദ്വാരക്കുകയാണ്. അള്ളാഹു ഇതിനു വേണ്ടി നമ്മൾ നടത്തിയ എല്ലാ പരിശ്രമങ്ങളെയും ത്യാഗങ്ങളെയും പൂർണ്ണമായ നിലയിൽ സ്വീകരിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇതിൻ്റെ സംഘാടകരായ സഹോദരങ്ങൾക്ക് അള്ളാഹു ഉയർന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൽ പങ്കെടുത്ത മത്സരാർത്ഥികളായ മുഴുവൻ സഹോദരങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ നടത്തിയ പരിശ്രമങ്ങൾക്കൊക്കെ ഉയർന്ന പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ പ്രിയപ്പെട്ടവരെ,
ഒരു പ്രഭാഷണത്തിന് വലിയ പ്രസക്തി ഒന്നുമില്ല. വമൻ അസ്തഖു മിനല്ലാഹി ഹദീസ, ഖുർആൻ തന്നെ ചോദിക്കുന്നത് പോലെ ഏറ്റവും സുന്ദരമായ ഭാഷണം, ഏറ്റവും സുന്ദരമായ ഉപദേശം, ഏറ്റവും സുന്ദരമായ വർത്തമാനം അത് പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനാണ് നമുക്കിടയിൽ ഓതപ്പെട്ടത്, കേൾക്കപ്പെട്ടത്, പഠിക്കപ്പെട്ടത്, പകർന്നു നൽകപ്പെട്ടത്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിലേക്ക് അവൻ്റെ അടിയാറുകളെ ക്ഷണിച്ചുകൊണ്ടുള്ള വാക്കുകൾ, വർത്തമാനങ്ങൾ, അക്ഷരങ്ങൾ, മൊഴിമുത്തുകൾ, ഇതിനേക്കാളും ശ്രേഷ്ഠമായി ഭൂമിയിൽ ഒന്നുമില്ല, ഒരു വർത്തമാനവുമില്ല. ആ വർത്തമാനങ്ങൾ നമ്മളുടെ വാക്കുകളിലൂടെ മാത്രം മുഴങ്ങിയാൽ പോരാ, അക്ഷരങ്ങളായി മാത്രം രൂപാന്തരപ്പെട്ടാൽ പോരാ, അത് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർത്തപ്പെടണമെന്നാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ പരസ്പരം പങ്കുവെക്കാനുള്ള ഒരു പ്രധാനമായ സന്ദേശം. വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഖുർആനിന്റെ വിശുദ്ധമായ വാക്യങ്ങളിലൂടെ മനുഷ്യരോട് പടച്ചവൻ പറഞ്ഞിട്ടുള്ള വിശുദ്ധമായ ആശയങ്ങളെയും സന്ദേശങ്ങളെയും നാവുകളിലൂടെ വർത്തമാനമായ നിലയിൽ മുഴക്കി ആത്മസംതൃപ്തി അടയുന്നതിന് പകരം അതിൻ്റെ വെളിച്ചത്തെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം അമലെ സാലിഹാത്തായി മാറണം. അമലെ സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കണം, നോമ്പ് പിടിക്കണം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലുടനീളം ആ നന്മയുടെ സന്ദേശത്തെ പ്രാവർത്തികമാക്കാൻ നമുക്കൊക്കെ സാധിക്കണം. എന്നിട്ട് നമ്മൾ ആത്മാർത്ഥമായ നിലയിൽ അഭിമാനത്തോടുകൂടി ഞാനൊരു മുസ്ലിമാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയണം. വാക്കുകളെ കൊണ്ടല്ല, നമ്മുടെ പ്രവൃത്തികളെ കൊണ്ടും ജീവിതങ്ങളെ കൊണ്ടും വിളിച്ചു പറയണം. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട മത്സരാർത്ഥികളോട് എനിക്ക് ചിലത് പറയാനുണ്ട്. അവർക്ക് ഈ നിലയിൽ പഠിക്കാനും മത്സരിക്കാനും പ്രചോദനം പകർന്ന അവരുടെ രക്ഷിതാക്കളോട്, അധ്യാപകന്മാരോട്, അവർക്ക് അതിന് അവസരം ഒരുക്കിക്കൊടുത്ത സ്ഥാപന മേധാവികളോട്, അവരെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുകയും നെഞ്ചേറ്റുകയും ചെയ്ത സമുദായത്തോട് ഒരു ചിലതൊക്കെ പറയാനുണ്ട്. ചിലപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ പൂർണ്ണമായ നിലയിൽ പറഞ്ഞുകൊള്ളണമെന്നില്ല, പറയാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. പക്ഷെ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ സായാഹ്നത്തിൽ പൊതുസമ്മേളനത്തിന്റെ തുടക്കത്തിൽ പ്രഭാഷണം എന്ന പേരിൽ പങ്കുവെക്കപ്പെടേണ്ട ചിന്തകൾ എന്ന് മിനിമം തോതിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു അത്ഭുതം തീർത്തിരിക്കുകയാണ്. ഇവിടെ അത്ഭുതം തീർത്തിരിക്കുകയാണ്. ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. അത്ഭുതങ്ങളുടെ കലവറയാണ്. അതിന്റെ അത്ഭുതങ്ങളെ സംബന്ധിച്ചിട്ട് നമ്മൾ പ്രസംഗിച്ച് തീർക്കാൻ കഴിയാത്തത്ര വിപുലമാണ്, വിശാലമാണ്. അതൊന്നും ഞാൻ നിങ്ങൾക്ക് പ്രസംഗിച്ച് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബ. ഖുർആൻ എന്ന് പറയുന്നത് അത് കേട്ടവരൊക്കെ അത്ഭുതത്തോടുകൂടി അതിനെ വാഴ്ത്തിയത് ഇപ്രകാരമാണ്: ഞങ്ങൾ അവിശ്വസനീയമായ ഒരു ചില വാക്കുകൾ കേട്ടു. ഖുർആനിന്റെ വാചകങ്ങളും വരികളും അങ്ങനെയാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. ഇന്നാ സമിഅനാ ഖുർആനൻ അജബ. എന്തായിരുന്നു ആ ഖുർആനൻ അജബ എന്നതിന്റെ വിശദാംശത്തെ കുറിച്ചിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന വസ്തുത, യഹ്ദീ ഇലർ റുശ്ദി ഫആമന്നാ ബിഹി യഹ്ദീ ഇലർ റുശ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ. അതിന്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിലും കോർവയിലും അത് നമുക്ക് മുമ്പിൽ പ്രബോധനം ചെയ്ത് അവതരിപ്പിച്ചിട്ടുള്ള അതിന്റെ പല തലയിലുള്ള അത്ഭുതങ്ങളിലുമൊക്കെ നമുക്ക് ആശ്ചര്യമുളവാകുന്നു എന്നത് ശരിയാണ്. എന്നാൽ അതിനേക്കാളൊക്കെ ആശ്ചര്യകരം എന്ന് പറഞ്ഞാൽ എന്താണ്? യഹ്ദീ ഇലർ റുഷ്ദ്. അത് നന്മയിലേക്ക് നമ്മളെ ക്ഷണിച്ചു എന്നുള്ളതാണ്. അത് വായിച്ചവന്റെയും കേട്ടവന്റെയും മനസ്സിനെ നന്മയിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ ഗ്രന്ഥം ഇത് നിങ്ങളുടെ രക്ഷിതാവിന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്ന
പറഞ്ഞു തീർക്കാൻ കഴിയാത്ത അവാജ്യമായ അത്ഭുതകരമായ ഒരു വലിയ സമ്പത്താണ്. യാ അയ്യുഹന്നാസു ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മതൻ ലിഖൗമിൻ യുഅ്മിനൂൻ قل بفضل الله وبرحمته فبذلك فليفرحوا قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. സൂറത്ത് യൂനുസിൽ അല്ലാഹു പറയുന്നത് യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. ഇതാ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്കൊരു സതുപദേശം വന്നെത്തിയിരിക്കുന്നു. നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്കൊരു സതുപദേശം വന്നെത്തിയിരിക്കുന്നു. ആ സതുപദേശത്തിൻ്റെ പ്രത്യേകത അള്ളാഹു അതിനുശേഷം പറഞ്ഞു. വെറുതെ വായിച്ചു വിടാനുള്ള വാക്കുകളും വരികളും മാത്രമല്ല, അത് നമ്മളുടെ ഹിദായത്താണ്, കാരുണ്യത്തിൻ്റെ വാതിലുകൾ തുറക്കാനുള്ള മാർഗമാണ്. നമ്മളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന നമ്മുടെ പിരിമുറുക്കങ്ങളൊക്കെ ഇറക്കി വെക്കാനുള്ള, ടെൻഷനുകളെ കഴുകിക്കളയാനുള്ള വസ്തുതയായി അള്ളാഹു ഇറക്കി തന്നതാണ്. മൗഇദത്തുൻ വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിൻ. എന്നിട്ട് പടച്ചവൻ പറയുന്നത് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നിങ്ങൾ സമൂഹത്തോട് പറഞ്ഞോളൂ, ഞാൻ എന്നോട് പറയൂ, ഞാൻ നിങ്ങളോട് പറയൂ, ലോകത്തോട് നമുക്ക് വിളിച്ചു പറയാം. ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു. ഇത്രയും മഹത്തായ അല്ലാഹുവിന്റെ ഔദാര്യം, അനുഗ്രഹം, ഈ അനുഗ്രഹം മുഖേന നമുക്ക് ആത്മാർത്ഥമായ നിലയിൽ ആഹ്ലാദിക്കാവുന്നതാണ്, സന്തോഷിക്കാവുന്നതാണ്. സന്തോഷിക്കാൻ ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു വകയില്ല. അഭിമാനിക്കാൻ ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു വകയില്ല. ആഹ്ലാദിക്കാൻ ഇതാണ് ഏറ്റവും ഉത്തമമായത്. അല്ലാഹു പറയാൻ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഇത് ഈ ഖുർആൻ അത് നിങ്ങൾ ഭൂമിയിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്ന മറ്റെല്ലാ അനുഗ്രഹങ്ങളെക്കാളും തീർച്ചയായും ശ്രേഷ്ഠമായതാണ്. ഖൈറും മിമ്മാ യജ്മഊൻ. നമ്മൾ ഭൂമിയിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അറിവുകളാകട്ടെ, ഡിഗ്രികളാകട്ടെ, പണിയാകട്ടെ, പണമാകട്ടെ, പദവിയാകട്ടെ, എന്തുമാകട്ടെ, അതിനേക്കാളൊക്കെ മേലെ നിൽക്കുമാറ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന മഹത്തായ അനുഗ്രഹമാണ് ഈ പരിശുദ്ധ ഗ്രന്ഥമെന്ന് പടച്ചവൻ പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, മത്സരാർത്ഥികളായ വിദ്യാർത്ഥികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, ആദ്യമായി നമുക്ക് ഈ ഒരു ബോധമുണ്ടാകണം. നമുക്ക് ഭൂമിയിൽ കിട്ടിയതിൽ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് പരിശുദ്ധ ഖുർആൻ എന്നു. ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നില്ല. എല്ലാ സമൂഹങ്ങൾക്കും എല്ലാ വിഭാഗങ്ങൾക്കും അഭിമാനിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല എന്തെങ്കിലുമൊക്കെ നൽകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എൻ്റെ സമുദായത്തിന് എന്നും എപ്പോഴും എവിടെയും അഭിമാനത്തോടുകൂടി ഉയർത്തിപ്പിടിക്കാൻ അള്ളാഹു നൽകിയിരിക്കുന്ന മഹത്തായ അനുഗ്രഹമാണ് വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ ഖുർആൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അറിയണം, നമുക്ക് ഈ ഭൂമിയിൽ അള്ളാഹു കനിഞ്ഞരുളിയിരിക്കുന്ന ഏറ്റവും മഹത്തായ ദൗലത്താണ്, അനുഗ്രഹമാണ്, നിഅമത്താണ് പരിശുദ്ധ ഖുർആൻ. ഇത് കിട്ടിയവർ മഹാഭാഗ്യവാന്മാരാണ്, ഇത് കിട്ടാത്തവർ ഭാഗ്യദോഷികളുമാണ്. ഇത് കിട്ടിയവരല്ലാത്ത മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് എനിക്കും അങ്ങനെ ആകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് കൊതിയൂറുകയോ നിരാശപ്പെടുകയോ ചെയ്താൽ അവൻ മഹാഭാഗ്യദോഷിയാണെന്ന് നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ മെഹ്റാബിൽ നിന്ന് ഓതി ഇമാമത്ത് നിർവഹിച്ച് അത്ഭുതം സൃഷ്ടിക്കാനുള്ളത് മാത്രമല്ല, മിമ്പറിൽ നിന്ന് മനുഷ്യരോട് പ്രസംഗിക്കുമ്പോൾ ആ ഈരടികൾക്കൊപ്പം ഖുർആനിക വരികൾ ഓതി ഇമ്പമാർന്ന ശബ്ദത്തിൽ ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. പരിശുദ്ധ ഖുർആൻ അത് ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സമൂഹത്തിൻ്റെ ഇമാമായി നിലകൊള്ളേണ്ടവനാണ്. നിസ്കാരത്തിൻ്റെ ഇമാമല്ല, സമൂഹത്തിൻ്റെ ഇമാമായി നിലകൊള്ളേണ്ടവനാണ്. ഇതിനേക്കാളും ഉയർന്ന ഒരു മഹത്തായ അനുഗ്രഹം മനുഷ്യർക്ക് ഭൂമിയിൽ വേറെ കിട്ടാനേ ഇല്ല. അതാദ്യം നമ്മൾ ബോധ്യപ്പെടണം. രണ്ടാമതായി പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളകത്ത് അത് വരുത്തി തീർക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് ബോധ്യമുണ്ടാകണം. നമ്മൾ ഭൗതികമായ ഏതെങ്കിലുമൊക്കെ പദവികളോ അനുഗ്രഹങ്ങളോ നിഅമത്തുകളോ പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഖുർആൻ പഠിക്കാൻ ഇറങ്ങിയത്.
അങ്ങനെയല്ല, അങ്ങനെ ആകരുത്. അങ്ങനെ ആകുമ്പോൾ ഖുർആനിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന മഹാത്മ്യങ്ങളിൽ നിന്നും നമ്മൾ അകന്നു പോകാൻ സാധ്യതയുണ്ട്. അഷ്റഫുൽ ഖൽഖായ താഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബത്ത് ഒന്നിനും കൊള്ളാത്തവരെന്ന് ലോകം വിധി എഴുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ പിടിച്ചുയർത്തി ഈ പരിശുദ്ധ ഗ്രന്ഥത്തിലൂടെ യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. മുമ്പ് ഒന്നിനും കൊള്ളാത്തവരും ഒന്നും അറിയാത്തവരുമായിരുന്നെങ്കിൽ وكذلك أوحينا إليك روحا من أمرنا ما كنت تدري ما الكتاب ولا الإيمان ولكن جعلناه نورا نهدي به من نشاء من عبادنا وإنك لتهدي إلى صراط مستقيم ما كنت تدري ما الكتاب ولا الإيمان. ഇതിനു മുമ്പ് എന്താണ് വിശ്വാസം, എന്താണ് പ്രമാണം, എന്താണ് ജീവിത മാർഗം, ദർശനം ഒന്നും അറിയാത്തവരായി ഇരുട്ടിൽ തപ്പിത്തടഞ്ഞിരുന്നവർക്ക് ആകാശത്തു നിന്നും ഒരു വെളിച്ചം വന്നു. ഒരു പ്രകാശം ഖുർആൻ അള്ളാഹു ഇറക്കിക്കൊടുത്തു. അതോടുകൂടി അവർ ഹിദായത്തിലായി, നിർമാർഗത്തിലായി. എന്ന് പറഞ്ഞാൽ 5 നേരം നിസ്കരിക്കുന്നവരായി എന്നുള്ള അർത്ഥത്തിലാണോ? നോമ്പെടുക്കുന്നവരായി എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണോ? സക്കാത്ത് കൊടുക്കുന്നവരായി എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ്? അല്ല, അവര് ലോകരുടെ ജേതാക്കന്മാരായി മാറി, നേതാക്കന്മാരായി മാറി, ലോകർക്ക് മുന്നിൽ നിന്നുകൊണ്ട് അവരെ നയിക്കാൻ പ്രാപ്തിയുള്ളവരായി. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവറുകൾ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് ഒരപേക്ഷ സമർപ്പിച്ചു. എനിക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. സമയത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിന്ന് പ്രസംഗിച്ച് അത്ഭുതം തീർക്കുന്ന ഒരു കഴിവ് എനിക്കില്ലാത്തത് കൊണ്ട് പലപ്പോഴും സമയം ദീർഘിച്ചു പോകാറുണ്ട്. ഈ മഹത്തായ ഒരു സദസ്സിനെ അങ്ങനെ ഇരുത്തി വിഷമിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ചില സൂചനകൾ മാത്രം പറഞ്ഞ് ഞാൻ നിർത്തും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആഴത്തിൽ പഠിക്കണമെന്ന് വളരെ വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് ഭരണാധികാരിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സമീപത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, വല്ലിനി ബിമാ വല്ലാക്കല്ലാഹ്, ഉമറെ, താങ്കൾക്ക് പടച്ചവൻ തന്നിരിക്കുന്ന അധികാരമുണ്ടല്ലോ, ആ അധികാരത്തിൻ്റെ ഒരംശം എനിക്കും തരണം എന്ന് പറഞ്ഞു. നമുക്ക് മലയാള ഭാഷയിൽ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാൽ, നിങ്ങൾ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് അല്ലേ? രാജ്യത്തിൻ്റെ പ്രസിഡന്റായ നിങ്ങൾക്ക് പടച്ചവൻ തന്നിട്ടുള്ള ഈ ഭരണാധികാരത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂല, ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോ ഒരു കോർപ്പറേഷൻ മേയറോ അങ്ങനെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു അംശം എനിക്കും തരണം എന്ന് ആവശ്യപ്പെട്ടു. മഹാനായ ഉമർ ആ വന്ന മനുഷ്യനെ ഒന്ന് പരിശോധിച്ചിട്ട് ചോദിച്ചു, ഹൽ മഅക മിനൽ ഖുർആൻ, നിന്റെ ഒപ്പം നിന്റെ കയ്യിൽ ഖുർആനിൽ നിന്നും വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. രാജ്യഭരണത്തിന്റെ ഏതെങ്കിലും ഒരു അംശം തനിക്ക് അവകാശമായി എഴുതിത്തരണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യരോട് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത്, നിനക്ക് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദമുണ്ടോ, IAS പാസ്സായിട്ടുണ്ടോ, അല്ല IPS പാസ്സായിട്ടുണ്ടോ എന്നൊന്നും അല്ല. പിന്നെന്താ ചോദിക്കുന്നത്? ഹൽ മഅക മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്നും എന്തെങ്കിലും നിന്നോടൊപ്പമുണ്ടോ, നിന്റെ കയ്യിലുണ്ടോ എന്നാണ്. രാജ്യം ഭരിക്കാൻ നിന്റെ കയ്യിൽ ഖുർആൻ. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഖുർആനിൽ നിന്നും എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, ഞങ്ങളുടെ ഭരണക്രമത്തിൽ, ഞങ്ങളുടെ ഭരണാധികാരത്തിൽ, ഞങ്ങളുടെ രാജ്യത്ത് ആരെയെങ്കിലും അധികാരിയാക്കണമെങ്കിൽ അവൻ്റെ കയ്യിൽ ഖുർആൻ ഉണ്ടാകണം. അതൊരു നിയമമാണ്. ഖുർആൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ അവനെ അധികാരിയാക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ പോയി ഖുർആൻ പഠിച്ചിട്ട് വാ, ഡിഗ്രി എഴുതി പാസ്സായി പൂർത്തിയാക്കിയിട്ട് വാ, എന്നാൽ നിനക്ക് തരാല്ല. IPS എടുത്തിട്ട് വാ, IAS എടുത്തിട്ട് വാ, എന്നാൽ ജില്ലാ കളക്ടറാക്കി മാറ്റാം എന്ന് പറയും പോലെ അദ്ദേഹം മടങ്ങിപ്പോയി. കുറേ നാളുകളായിട്ടും ഈ മനുഷ്യൻ മടങ്ങി വരുന്നത് കാണുന്നില്ല. ഖുർആൻ പഠിച്ചിട്ട് തിരിച്ചു വരാനല്ലേ പറഞ്ഞത്? മടങ്ങി വരുന്നത് കാണാതെ ആയപ്പോൾ ഖലീഫ ഒരാളെ അന്വേഷിക്കാൻ വേണ്ടി അയച്ചു. എവിടെ പോയി അയാൾ? എന്താ അയാൾ മടങ്ങി വരാത്തത് എന്താണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അയച്ചു. അയക്കപ്പെട്ട ആൾ അദ്ദേഹത്തെ പരതി പിടിച്ചിട്ട് ഖലീഫയുടെ മുമ്പിൽ കൂട്ടിക്കൊണ്ടുവന്ന് സമർപ്പിച്ചു. ഖലീഫ ചോദിച്ചു, അല്ല, നീയല്ലേ എന്നോട് അധികാരത്തിൻ്റെ അംശം വേണമെന്ന് ആവശ്യപ്പെട്ടത്? ഖുർആൻ പഠിച്ചിട്ട് വരാൻ നിന്നെ അയച്ചതല്ലേ? എന്തേ നീ ഇതുവരെ ഖുർആൻ പഠിച്ചിട്ട് വന്നില്ല എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ആ മനുഷ്യൻ മറുപടിയായി പറഞ്ഞത്, ഞാൻ ഖുർആൻ പഠിച്ചപ്പോൾ ഞാൻ പരിശുദ്ധ ഖുർആൻ പഠിച്ചു. നിങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ പഠിച്ചു വന്നപ്പോൾ എന്നെ എൻ്റെ റബ്ബിൻ്റെ കലാമിലൂടെ ഉമറിൻ്റെ വാതിലുകളിലെയും നിന്ന് എന്നെ ഖനിയാക്കി മാറ്റി. എനിക്കിനി ഉമറിനെ ആവശ്യമില്ല, ഉമറിൻ്റെ വാതിലുകൾ ആവശ്യമില്ല. പിന്നെയോ ഈ ഖുർആൻ അവതരിപ്പിച്ച് എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് പോറ്റി വളർത്തുന്ന, ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന, ഉമറിനെ പോറ്റി വളർത്തുന്ന എൻ്റെ റബ്ബ്
എനിക്ക് മതിയായവനായി. ഉമർ അത്ഭുതത്തോടുകൂടി തിരിച്ചു ചോദിച്ചു, നിന്നെ ആ സന്ദേശത്തിലേക്ക് കൈപിടിച്ച് ആനയിച്ചത്, നിന്റെ മനസ്സിനെ സ്വാധീനിച്ചത് ഖുർആൻ പഠനത്തിൽ ഏത് വചനത്തിലൂടെയാണ്, എവിടെയാണ് നിനക്ക് അങ്ങനെ ഒരു മാനസാന്തരം ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തലാഖിലെ ഒരു വചനം ഓതി വെച്ചപ്പോൾ എൻ്റെ ഹൃദയം പടച്ചു. അതിൻ്റെ വരികളെയും സന്ദേശത്തെയും ആഴത്തിൽ ഞാൻ ആലോചനയ്ക്ക് വിധേയമാക്കി. വമൻ യത്തഖില്ലാഹ യർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് ومن يتوكل على الله فهو حسبه ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. അള്ളാഹുവിനെ ഭയന്ന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയോടുകൂടി ഒരടിമ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ്റെ ആവശ്യങ്ങൾക്കുള്ള വഴികളൊക്കെ പടച്ചവൻ തുറന്നു കൊടുക്കും. അവൻ പ്രതീക്ഷിക്കാത്ത, ഊഹിക്കാത്ത തരത്തിൽ അള്ളാഹു തുറന്നു. ഇത് ഖുർആനായത്താണല്ലോ. അത് ഞാൻ ഓതി പഠിച്ചപ്പോൾ, അത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. അള്ളാഹുവിൽ ഏതെങ്കിലും ഒരു അടിമ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ, തവക്കുലാക്കി കഴിഞ്ഞാൽ, പിന്നെ അവന് അള്ളാഹു മതി എന്ന വചനം ഓതി ബോധ്യപ്പെട്ടപ്പോൾ എനിക്കിനി ഉമറിനെ ആവശ്യമില്ല. ഉമറിന്റെ വാതിലുകളിലേക്ക് വന്ന് ആവശ്യങ്ങൾ ഉന്നയിക്കേണ്ട ഒരു ഗതികേടും എനിക്കില്ല. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ പരിശുദ്ധ ഖുർആൻ ഓതി പഠിച്ച് മത്സരബുദ്ധിയോടുകൂടി ഇവിടെ മികവ് തെളിയിക്കാൻ ശ്രമിച്ച ഓരോ സഹോദരങ്ങളും ആദ്യമായി തീരുമാനിക്കേണ്ടത്, ഈ ഖുർആൻ നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ മനസാന്തരത്തിന് വഴിയൊരുക്കണം. നമുക്ക് ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു സൃഷ്ടിയിലേക്കും ആവശ്യമില്ലാത്തവരായി അള്ളാഹുവിന്റെ സഹായത്തെയും അള്ളാഹുവിന്റെ ഭാഗത്തുള്ള ഇസ്സത്തിനെയും വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽമുഅ്മിനീൻ വലകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ മൻ കാന യുരീദുൽ ഇസ്സ ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ മൻ കാന യുരീദുൽ ഇസ്സ ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ. അല്ലാഹു ആവർത്തിച്ച് പറയാം. നമുക്ക് നമ്മുടെ പഠനത്തിൻ്റെ പേരിൽ, പദവിയുടെ പേരിൽ, അധികാരത്തിൻ്റെ പേരിൽ, സാമ്പത്തികമായ പുരോഗതിയുടെ പേരിൽ ഭൂമിയിൽ ലഭിക്കേണ്ട ഒന്നല്ല ഇസ്സത്ത് എന്ന് പറയുന്നത്. ഇസ്സത്ത് അള്ളാഹു നമുക്ക് നൽകുന്നതാണ്. ഇസ്സത്ത് അള്ളാഹു നമുക്ക് എപ്പോഴാണ് അള്ളാഹു നൽകുക? ഈ വിശുദ്ധ വാക്യങ്ങളിലൂടെ നമ്മളുടെ ജീവിതത്തെ നന്നായി ക്രമീകരിക്കാൻ ശ്രമിക്കുമ്പോൾ, അതിൽ നമ്മൾ വിജയികളാവുകയും ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് ഇസ്സത്ത് തരും. ഭൗതിക ലോകത്ത് നമ്മളെ ഒരിക്കലും അള്ളാഹു പാഴാക്കുകയില്ല. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മഹാത്മാക്കളുടെ ജീവിതത്തെ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയല്ലേ, ഈ കാലഘട്ടത്തിൽ ഖുർആൻ പഠിക്കുകയും ഹിഫ്ള് ചെയ്യുകയും ആലിമീങ്ങളാകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട, ബോധ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട സന്ദേശമായി ഞാൻ വിനീതമായി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. നമുക്ക് ഈ ദൗലത്ത് കിട്ടിയാൽ, ഈ മഹാഭാഗ്യം കിട്ടിയാൽ, പിന്നെ ഭൂമിയിൽ നമുക്ക് ഒന്നിൻ്റെയും ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, മറ്റൊന്ന് ഞാനും നിങ്ങളും പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളുടെ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ട് ജീവിതത്തെ നന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഇറക്കി തന്നിട്ടുള്ള വാക്യമാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ആദ്യത്തെ സൂറത്തുൽ ഫാത്തിഹയാണ്. ആദ്യത്തെ സൂറത്തുൽ ഫാത്തിഹ ആമുഖം എന്ന നിലയിൽ, തുടക്കം എന്ന നിലയിൽ നമ്മൾ പാരായണം ചെയ്ത് തീർക്കുമ്പോൾ പിന്നെ തുടങ്ങുന്നത് സൂറത്തുൽ ബഖറയാണ്. സൂറത്തുൽ ബഖറ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പശു എന്നാണ് അതിൻ്റെ അർത്ഥം. സൂറത്തുൽ ബഖറ നമ്മൾ ആരംഭിക്കുന്നു, അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ല അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. അലിഫ് ലാം മീം സൂറത്തുൽ ബഖറ ആരംഭിക്കുകയാണ്. ദാലികൽ കിതാബ്, ഇതൊരു ഗ്രന്ഥം, ഇതൊരു കിതാബ്, ഇതൊരു ജീവിത പുസ്തകം. ഇത് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇത് ഓതാനുള്ളത് മാത്രമല്ല, പഠിക്കാനുള്ളത് മാത്രമല്ല, പാരായണം ചെയ്യാനോ അതിൽ മത്സരിച്ച് സമ്മാനം നേടാനോ മാത്രമുള്ളതല്ല. ഇത് ഹിദായത്താണ്, നേർമാർഗമാണ്, മാർഗദർശനമാണ്. എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന മാർഗരേഖയാണ്. സൂറത്തുൽ ബഖറയുടെ വചനങ്ങൾ നമ്മൾ ഓതാൻ ആരംഭിക്കും. അതിൽ ആരംഭിക്കുന്ന ഞാനും നിങ്ങളും പരിശുദ്ധ ഖുർആൻ അവസാനിപ്പിക്കുന്നത് സൂറത്തുൻ നാസിലാണ്. സൂറത്തുൻ നാസിൽ ലളിതമായി പറഞ്ഞാൽ, പശു എന്ന അധ്യായത്തിൽ ആരംഭിക്കുന്ന പരിശുദ്ധ ഖുർആൻ മനുഷ്യൻ എന്ന ആ അധ്യായത്തിൽ എത്തി നിൽക്കുമ്പോൾ ഖുർആനിക വചനങ്ങളുടെ ആദ്യാവസാനമുള്ള പഠനവും പാരായണവും ഒരു മനുഷ്യനെ മൃഗീയതയിൽ നിന്നും സംസ്കരിച്ചെടുത്ത് ശുദ്ധനാക്കി മനുഷ്യനാക്കി തീർക്കുന്നു എന്നതാണ് ഖുർആനിന്റെ അത്ഭുതം.
ആദ്യത്തെ സൂറത്ത് ബഖറയായിരുന്നു. സാധാരണ നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ കടന്നുകൂടിയിട്ടുള്ള ഒരു മോശപ്പെട്ട വികാരമാണ് മൃഗീയത എന്ന് പറയുന്നത്. ആ മൃഗീയതയുടെ ഏറ്റവും ദുരിതപൂർണമായ ഭീകര രൂപത്തെക്കുറിച്ചിട്ടാണ് നേരത്തെ സമദാനി സാഹിബൊക്കെ ഇവിടെ സൂചിപ്പിച്ചത്. ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ക്രൂരമായ മുഖത്തെയാണ്. ആ മൃഗീയതയിൽ നിന്നും മനുഷ്യനെ സംസ്കരിച്ച് ശുദ്ധനാക്കി വൃത്തിയാക്കി നന്നാക്കി ഓരോ വചനങ്ങളിലൂടെയും സഞ്ചരിപ്പിച്ചിട്ട് അവനെ ഒരു നല്ല അടിമയാക്കി മാറ്റുന്നു, നല്ലൊരു മനുഷ്യനാക്കി മാറ്റുന്നു എന്നതാണ് ഖുർആനിന്റെ പ്രത്യേകത. രണ്ടാമത്തെ അധ്യായം എന്താണ്? രണ്ടാമത്തെ അധ്യായം അലിഫ് ലാം മീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി. സൂറത്ത് ആല ഇമ്രാൻ എന്നാണ് പറയുന്നത്. ഒരു കുടുംബത്തെയാണ് അള്ളാഹു ഈ വിശുദ്ധ അധ്യായത്തിലൂടെ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ഒരു കുടുംബം, ഒരു വ്യക്തിയെ മൃഗീയതയിൽ നിന്നും വളർത്തി വലുതാക്കി നന്നാക്കി സംസ്കരിച്ചെടുത്ത് മനുഷ്യനാക്കി മാറ്റുന്ന, അതിനുശേഷം ആ വ്യക്തിയിലൂടെ നല്ല കുടുംബത്തെ വാർത്തെടുക്കാൻ ശ്രമിക്കുന്ന നല്ല കുടുംബം. നല്ല കുടുംബം. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാര്, സഹോദരങ്ങൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ നമ്മളെ നന്നാക്കേണ്ടത്, നമ്മളെ സ്വാധീനിക്കേണ്ടത് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലാണ്. സ്വഭാവങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, ജീവിത രീതികളിൽ, മനുഷ്യരുമായുള്ള നമ്മളുടെ ഇടപഴകലുകളിലൊക്കെയാണ് ഖുർആൻ നമ്മളെ സ്വാധീനിക്കേണ്ടത്. രണ്ടാമതായി, ഈ വ്യക്തികൾ അടങ്ങുന്നതിൻ്റെ ആദ്യത്തെ കൂട്ടായ്മയായ കുടുംബം, ആ കുടുംബം നന്നാകണം. ആ കുടുംബം നന്നാകണം. ആല ഇമ്രാൻ എന്ന പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ അധ്യായത്തിലൂടെ ഒരു നല്ല കുടുംബത്തെ സംബന്ധിച്ചിട്ട് നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്. നമ്മളൊക്കെ നമുക്ക് വളരെ അനിവാര്യമായ കുടുംബജീവിതം സുഭദ്രമാക്കണമെന്ന്, സുഖകരമാക്കണമെന്ന്, സുന്ദരമാക്കണമെന്ന് പരസ്പരമുള്ള കടമകളെയും കടപ്പാടുകളെയും ഇമ്രാനിന്റെ കുടുംബത്തെ സംബന്ധിച്ചിട്ട് അല്ലാഹു പറഞ്ഞപ്പോൾ അതിൽ നല്ല മകളെ പരാമർശിച്ചു, നല്ല മകനെ പരാമർശിച്ചു. അതൊക്കെ പറയാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹ് ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബതൻ ഇന്നക സമീഉദ് ദുആ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹ്. പള്ളിയിലെ ഇമാമായി, പള്ളിയിലെ പ്രബോധകനായി, പ്രവാചകനായി കഴിഞ്ഞുകൂടിയിരുന്ന ഒരു മനുഷ്യന്റെ ശിക്ഷണത്തിൽ വളർന്നിരുന്ന ഒരു പെൺകുട്ടിയിൽ ഈമാനിന്റെയും അമലെ സാലിഹാത്തിന്റെയും സൽസ്വഭാവത്തിന്റെയും അത്ഭുതകരമായ പ്രകടനങ്ങൾ ദൃശ്യമായപ്പോൾ അതുവരെയും മക്കളില്ലാതെ വ്യസനിച്ചിരുന്ന ആ പള്ളിയുടെ ഇമാമായ പ്രവാചക ശ്രേഷ്ഠൻ സക്കരിയ അലൈഹിസ്സലാം ഹുനാലിക ദആ, അറിയാതെ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു പോയി, ദുആരെന്ന് പോയി, പടച്ചവനെ ഇങ്ങനെ ഒരു മോനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മോളെ എനിക്കും തരണേ റബ്ബേ, എനിക്കും തരണേ റബ്ബേ, എനിക്കും തരണേ റബ്ബേ. നല്ല കുടുംബമുണ്ടാകണം. ആ നല്ല കുടുംബം, അതിൽ നല്ല വാപ്പയുണ്ടാകണം, നല്ല ഉമ്മയുണ്ടാകണം, നല്ല മക്കളുണ്ടാകണം, നല്ല ഭാര്യ ഉണ്ടാകണം, നല്ല ഭർത്താവ് ഉണ്ടാകണം. ജ്യേഷ്ഠാനുജന്മാരുടെ ഇടയിൽ പരസ്പര സ്നേഹമുണ്ടാകണം. ജ്യേഷ്ഠത്തെ അനുജത്തിമാരുടെ ഇടയിൽ പരസ്പര സഹകരണം ഉണ്ടാകണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ സൂചനകൾ മാത്രം നൽകുകയാണ്. പിന്നീടുള്ള അധ്യായം സൂറത്തുൻ നിസാ എന്നാണ്. സൂറത്തുൻ നിസാ, സൂറത്തുൻ നിസായിന് ഖുർആനിന്റെ മുഫസ്സിറുകളായ പണ്ഡിതന്മാർ സൂറത്തുൽ മുസ്തദഅഫീൻ എന്നുകൂടി പേര് നൽകപ്പെട്ടിട്ടുണ്ട്. ബലഹീനന്മാരുടെ അവശവിഭാഗത്തിന്റെ അവശവിഭാഗത്തിനെ വിശദീകരിക്കുന്ന അധ്യായമാണിത്. സ്ത്രീ സമൂഹത്തെ കുറിച്ചിട്ടാണ് അതിൽ കൂടുതലായി പറയുന്നത്. അതിൽ നല്ല ഉമ്മയെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്, നല്ല ഭാര്യയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ നല്ല ഭാര്യമാരുണ്ടായാൽ, നല്ല ഉമ്മമാരുണ്ടായാൽ, നല്ല സഹോദരിമാർ, നല്ല പെങ്ങൾ, നല്ല പെൺമക്കൾ ഉണ്ടായാൽ ഈ സമൂഹം ഇന്ന് അനുഭവിക്കുന്ന ഒട്ടനവധി പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കപ്പെടും. അതുകൊണ്ട് സൂറത്തുൻ നിസാ പഠിക്കണം, സൂറത്തുൻ നിസാ പ്രാവർത്തികമാകണം. നിസായിന്റെ ബാധ്യതയും ഉത്തരവാദിത്വവും എന്താണെന്ന് അവർ ബോധ്യപ്പെടണം. നല്ല വൈവാഹിക ജീവിതങ്ങൾ ഉണ്ടാകണം, നല്ല കുടുംബ ജീവിതം ഉണ്ടാകണം, നല്ല സ്ത്രീ സമൂഹത്തെ സംസ്കാരത്തോടുകൂടി വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. പിന്നെ ഉള്ളത് സൂറത്തുൽ മാഇദയാണ്. സൂറത്തുൽ മാഇദ, മാഇദ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തളിക എന്നാണ് അർത്ഥം. ഭക്ഷണത്തളിക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ വലിയ വലിയ സയൻസുകൾ പറയണമെന്നില്ല, അങ്ങനത്തെ ടെക്നോളജിയെ കുറിച്ച് പറയണമെന്നില്ല, മിറാക്കിളുകളെ കുറിച്ചിട്ട് പറയണമെന്നില്ല. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ മിറാക്കിൾ എന്ന് പറയുന്നത് അവന്റെ മനസ്സ് നന്നാവുക, അവന്റെ പെരുമാറ്റം നന്നാവുക, അവന്റെ സ്വഭാവം നന്നാവുക, അവന്റെ കുടുംബം നന്നാവുക. ഭക്ഷണത്തളികയാണ് മൂന്നാമത്തെ അധ്യായത്തിന്റെ നാമമായി പടച്ചവൻ നിശ്ചയിച്ചത്. ഞാൻ സാധാരണ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാറുണ്ട്, ഖുർആൻ തുടങ്ങിയിട്ട് ആദ്യത്തെ അധ്യായം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, രണ്ടാമത്തെ അധ്യായം അലിഫ് ലാം മീം, മൂന്നാമത്തെ അധ്യായവും അലിഫ് ലാം മീം, നാലാമത്തെ അധ്യായം അയ്യാ അയ്യുഹന്നാസ്
മനുഷ്യ വിഭാഗമേ എന്ന് വിളിച്ചുകൊണ്ട് അവർക്കിടയിൽ നിലനിർത്തപ്പെടേണ്ട ഊഷ്മളമായ പരസ്പര ബന്ധത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ്. പിന്നീടുള്ള അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംബോധന ചെയ്യുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഭക്ഷണത്തളിക എന്ന നാമം നൽകിക്കൊണ്ട് ഒരു അധ്യായത്തെ ആരംഭിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു വിളിച്ച് തുടങ്ങുന്നത് ഹേ സത്യവിശ്വാസികളെ. അതുവരെയും സത്യവിശ്വാസികളെ എന്ന് വിളിച്ച ഒരു അധ്യായം തുടങ്ങിയിട്ടില്ല. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് ഈ അധ്യായം തുടങ്ങുമ്പോൾ അള്ളാഹു എന്താ പറയുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? എന്താ പറയുന്നത്? ഔഫു ബിൽ ഉഖൂദ്, ഔഫു ബിൽ ഉഖൂദ്, നിങ്ങൾക്കിടയിലുള്ള ഇടപാടുകൾ നന്നാക്കണം, വാക്ക് പാലിക്കണം, പരസ്പരം വിശ്വാസ്യത നിലനിർത്തണം, അമാനത്തുകളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ധാർമ്മിക ബോധമാണത്. ആ ബോധത്തെ വളർത്തിയെടുക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇടപാടുകൾ നന്നാക്കണം, ബന്ധങ്ങൾ നന്നാക്കണം. ഇടപാടുകളും ബന്ധങ്ങളും നന്നാക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗം എന്ന നിലയിൽ നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദാരിദ്ര്യത്തെ സംബന്ധിച്ച് പരാതി പറയാൻ തങ്ങളുടെ സന്നിധിയിൽ വന്ന സഹബാക്കളിൽപ്പെട്ട ഒരു കബീലക്കാരോട് തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്കാണോ ഭക്ഷണം കഴിക്കാറുള്ളത് എന്ന് ചോദിച്ചു. ഒറ്റയ്ക്കൊറ്റയ്ക്കാണോ ഭക്ഷണം? അതെ, ഞങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ഭക്ഷണം കഴിക്കാറുള്ളത് എന്നവർ പറഞ്ഞപ്പം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇനി മുതൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഭാര്യയും ഭർത്താവും മക്കളും കൊച്ചുമക്കളുമൊക്കെ ഒന്നിച്ചിരുന്ന് ഒരു തളികയിൽ നിന്നും ഭക്ഷണം കഴിക്കുകയും. ഹദീസുകളിൽ അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വാപ്പ ഉമ്മയുടെ വായിലേക്കും ഉമ്മ വാപ്പയുടെ വായിലേക്കും ഉമ്മയും വാപ്പയും സ്നേഹത്തോടെ മക്കളുടെ വായിലേക്കുമൊക്കെ ഉരുള ഉരുട്ടി വെച്ചു കൊടുക്കുകയും ആ സ്നേഹം വിളമ്പുകയും ചെയ്യുന്ന ഒരു നല്ല വീടകം, ഒരു നല്ല തളിക, ആ ഒരു സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായാൽ ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള ഫിത്നകൾ, ഫസാദുകൾ, കുശുമ്പുകൾ, കുന്നായ്മകൾ, അതിൻ്റെ പേരിൽ നടക്കുന്ന പരസ്പരമുള്ള കൊലപാതകങ്ങൾ, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു പ്രിയപ്പെട്ടവർ. യഥാർത്ഥത്തിൽ ഈ പറയുന്ന സംഗതികളിലൂടെയൊക്കെ സഞ്ചരിച്ച് ഓരോ ആയത്തുകളിലൂടെയും സഞ്ചരിച്ച് അവസാനം ഒരു മനുഷ്യനായി നമുക്ക് മാറാൻ കഴിയണം. അവിടെയാണ് ഖുർആനിൻ്റെ അത്ഭുതത്തെ നമുക്ക് കൂടുതലായി ബോധ്യപ്പെടുന്നത്. ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു സംഗതി, വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, നമുക്ക് നമ്മുടെ പ്രസംഗങ്ങൾക്ക് അവസരം ലഭിക്കുമ്പോൾ നമ്മൾ ഈ നിലയിൽ ഖുർആനിൻ്റെ അത്ഭുതത്തെക്കുറിച്ചിട്ടും അതിൻ്റെ സയൻസും ടെക്നോളജിയും ഒക്കെ സംബന്ധിച്ചിട്ടും നമ്മൾ ഒന്നായിട്ട് വാചാലമായി പ്രസംഗിക്കും. പ്രിയപ്പെട്ടവരെ, അതൊക്കെ സമൂഹത്തെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വാചകങ്ങളും വാക്കുകളുമാണ്. എന്നാൽ നമ്മളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലത് പറയണം. നമ്മളൊക്കെ സാന്ദർഭികമായി ഞാൻ പറയട്ടെ, കുറച്ച് നാളുകൾക്ക് മുന്നോട്ട് ബഹുമാന്യനായ സഹോദരൻ എം അക്ബർ സാഹിബും നമ്മുടെ നാട്ടിലെ കുപ്രസിദ്ധരായ ചില ആളുകളും തമ്മിലൊരു സംവാദം നടന്നു. ആ സംവാദം കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഒന്നടങ്കം കാതുകൂർപ്പിക്കുകയും പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയും ചെയ്തൊരു സംവാദമായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാൻ പറയല്ല, സാന്ദർഭികമായി ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറയുക. ഞങ്ങളൊക്കെ രാവും പകലും അതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുമായിരുന്നു. ഞാൻ ഇമാം അക്ബർ സാഹിബിനെ കാണുമ്പോൾ പറഞ്ഞു, നിങ്ങളോടൊപ്പം നിങ്ങളുടെ സേവനങ്ങളിൽ നടക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിലും പാതിരാത്രികളിൽ എഴുന്നേറ്റ് ഞങ്ങൾ ദുആ രക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ പേര് പറഞ്ഞ് ഞങ്ങൾ ദുആ ചെയ്യാറുണ്ട്. കാരണം ഖുർആനിൻ്റെ സേവകന്മാരാണ് നിങ്ങൾ, അള്ളാഹുവിൻ്റെ അടിമകൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്ന ആളുകളാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് ആ സംവാദത്തിൽ എം അക്ബർ സാഹിബ് ഒരായത്തോതി. ആ ആയത്തിൻ്റെ ഏറ്റവും അത്യന്താധുനികമായ ശാസ്ത്രീയ വശങ്ങളെ കുറിച്ചിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ അദ്ദേഹം പ്രദർശിപ്പിച്ചു, വിശദീകരിച്ചു. അത് കേട്ടപ്പോൾ കുപ്രസിദ്ധരായ എതിർ കക്ഷികൾ പഞ്ചപുച്ഛം മടക്കി പരാജിതരായി. നമ്മളത് കേട്ടത് ഔ കദുലുമാതിൻ ഫീ ബഹരിൽ ലുജ്ജി യഖ്ശാഹു മൗജും മിൻ ഫൗഖിഹി സഹാബ് ദുലുമാതും ബഅദുഹാ ഫൗഖ ബഅദ് ഇദാ അഖ്റജ യദഹു ലം യകദ് യറാഹാ എന്നുള്ള ആയത്തല്ലേ? അത്രയും നമ്മൾ കേട്ടു. അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ നമ്മൾ പഠിച്ചു, കേട്ടു. നമുക്കൊക്കെ രോമാഞ്ചമുണ്ടായി. അല്ലാഹു 1500 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും അത്യന്താധുനികമായ ശാസ്ത്രത്തെ ഈ വിശുദ്ധ വാക്യത്തിൽ ഒളിപ്പിച്ചു വെച്ചല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയട്ടെ പ്രിയപ്പെട്ടവരെ, എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുകയും പാതിരാത്രിയിലും ഒറ്റയ്ക്കിരുന്ന് അറിയാതെ കരയുകയും ചെയ്ത ഒരു വചനം അതിനുശേഷമുള്ള വചനമായിരുന്നു. അല്ലാഹു നൂറുസ്സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്ത് ഫിഹാ മിസ്ബാഹ് എന്നൊക്കെ പടച്ചോൻ പറയുന്നല്ലോ. അവസാനമായി അല്ലാഹു പറയുന്നു, വമല്ലം യജ്അലില്ലാഹു നൂറൻ ഫമാ ലഹു നൂർ വമല്ലം യജ്അലില്ലാഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ശാസ്ത്രീയമായ തെളിവുകൾ നിരത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ, അവരുടെ മുമ്പിൽ സമർത്ഥിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ സാധിച്ചെന്ന് വരും. ഇവിടെ നമ്മൾ ഇന്ന് സാക്ഷികളായതുപോലെ വലിയ സമ്മാനം കരസ്ഥമാക്കുന്നതിന് വേണ്ടി ഖുർആൻ എങ്ങനെ ചോദിച്ചാലും മറുപടി പറയുമാറ് മത്സരത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചെന്ന് വരും.
ഖുർആനിൻ്റെ ആയത്തുകളുടെ ആശയങ്ങൾ എവിടുന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞെന്ന് വരും. ഖുർആനിനെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരു വെളിച്ചമുണ്ട്, ഒരു നൂറുണ്ട്. വമല്ലം യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. വമല്ലം യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. അല്ലാഹു ആ പ്രകാശം ആർക്കെങ്കിലും കൊടുത്തില്ലെങ്കിൽ പിന്നെ അവനിങ്ങനെ വലിയ പ്രഭാഷണം നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല, അവനിങ്ങനെ വലിയ പ്രസംഗം നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. വമല്ലം യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു നൂർ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തങ്ങളുടെ പ്രിയങ്കരരായ സഹാബാക്കളും ഇന്നും നമ്മളുടെ റോൾ മോഡലുകളാകുന്നത്, ഇന്നും അവരെക്കുറിച്ചിട്ട് പറയുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകുന്നത്, അവരെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കണ്ഠം വിടറി പോകുന്നത്, 1500 വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ ഒപ്പം ഇരിക്കുന്നവരെ പോലെ ആദരവോടുകൂടി ആ മഹാത്മാക്കളുടെ പേരുകൾ നമ്മൾ സ്മരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? അവരുടെ വാക്ചാതുര്യത്തിൻ്റെ പേരിൽ ആളുകളെ വിസ്മയിപ്പിച്ചതിൻ്റെ അർത്ഥത്തിലല്ല, അടിസ്ഥാനത്തിലല്ല. പിന്നെയോ ഈ വിശുദ്ധ വാക്യം അവരുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കുകയും അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയും ആ വിശുദ്ധ വാക്യങ്ങളുമായി അവരുടെ ആത്മബന്ധത്തെ ഊട്ടിയുറപ്പിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, ആവേശത്തോടെ വീണ്ടും വീണ്ടും പറയുന്നില്ലേ? ഉമർ നിസ്കരിക്കാൻ ഇമാമായി പള്ളിയിൽ നിന്നു. നമ്മുടെ കൂട്ടത്തിലും ഇമാമിങ്ങളുണ്ട്, നമ്മളും ഇമാമിങ്ങളാ. നേരത്തെ ഇവിടെ ചോദ്യം ചോദിച്ചപ്പം ഫലാ തുസക്കൂ അൻഫുസക്കും ഹുവ അഅലമു ബിക്കും ഇദ് അൻശഅകും മിനൽ അർദ് വഇദ് അൻതും അജിന്നത്തുൻ ഫീ ബുതൂനി ഉമ്മഹാതികും ഫലാ തുസക്കൂ അൻഫുസക്കും. അല്ലാഹു പറഞ്ഞ സൂറത്തുൽ നജ്മിന്റെ ഒരു വചനം ഞാൻ അവസാനത്തെ മത്സരാർത്ഥിയെ നേരിൽ കേൾക്കാൻ വേണ്ടി വന്നിരുന്നപ്പോൾ ഒരു ചോദ്യവും അതിന്റെ മറുപടിയും. അല്ലാഹു പറയാ, നീ ആരാന്ന് എനിക്കറിയാടാ, ആരാന്ന് എനിക്കറിയാടാ. ഇന്നും ഇന്നലെ ഒന്നുമല്ല. ഇത് അൻതും അജിന്നത്തും ഫീ ബുതൂനി ഉമ്മഹാതികും. ഇന്നും ഇന്നലെ ഒന്നുമല്ല. നിന്റെ ഉമ്മാന്റെ വയറ്റിൽ ഒരു കുഞ്ഞായി പിറക്കുന്നതിന് മുമ്പേ എനിക്ക് നിന്നെ അറിയാം, നീ ആരാന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഫലാ തുസക്കൂ അൻഫുസക്കും, നീ എന്നെ അങ്ങനെ പൊക്കിയൊന്നും പറയണ്ട. ഫലാ തുസക്കൂ അൻഫുസക്കും, നീ നിന്നെ പൊക്കിയൊന്നും പറയണ്ട. ഹുവ അഅലമു ബിക്കും, അവനെ നിന്നെ നന്നായിട്ട് അറിയാം. പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമർ എന്ന ഇമാമ് പള്ളിയിൽ ഇമാമായി നിൽക്കുന്നു. അദ്ദേഹത്തെ കുറിച്ചിട്ട് സഹാബാക്കൾ വിശദീകരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഞങ്ങളുടെ ഇമാമ് ലീവായി, അവധിയായി. എത്ര ദിവസം? 1 ദിവസം, 2 ദിവസം, 3 ദിവസം. എന്താ ഇമാമ് ലീവായത്? ഉറക്കു പോയതുകൊണ്ടാണോ? നാട്ടിൽ പോയതുകൊണ്ടാണോ? ആളുകൾ അന്വേഷിച്ച് ചെല്ലുമായിരുന്നു, എന്തേ ഇമാമ പള്ളിയിൽ വരാത്തത്? അദ്ദേഹം രോഗിയായി കിടക്കും. അരികിൽ ചെന്നിരുന്നു കൊണ്ട് സഹാബാക്കൾ ചോദിക്കും, എന്താ രോഗം? എന്ത് രോഗമാണ് പിടിപെട്ടത്? ഒന്നുമല്ല, ഞാൻ സൂറത്തു തൂർ ഒന്ന് പാരായണം ചെയ്തു. സൂറത്തു തൂർ ഒന്ന് പാരായണം ചെയ്തു. സൂറത്തു തൂറിന്റെ വരികൾ എന്നെ പണി പിടിപ്പിച്ചു. എനിക്ക് എണീക്കാൻ കഴിയാതെ കടത്തിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി ഇമാമായി കൈകെട്ടി നിന്നുകൊണ്ട് ദീർഘമായ സൂറത്ത് യൂസുഫിന്റെ വചനങ്ങൾ ഓതുമായിരുന്നു. ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. ഞാൻ ഒരു മുസ്ലിം, ഇരിക്കുന്ന ഞാൻ നിങ്ങളും ഒക്കെ ഏറ്റുപറയേണ്ട വചനമാണിത്. ലോകത്തുള്ള മുഴുവൻ സംവിധാനങ്ങളും സംഘടനകളും എല്ലാവരും ഞങ്ങളെ ഇടങ്ങേറാക്കുന്നു, പ്രയാസപ്പെടുത്തുന്നു. പ്രയാസങ്ങളിൽ നിന്നും പ്രയാസങ്ങളിലേക്ക് ഞങ്ങൾ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ വേദനകൾ ഞങ്ങൾ എവിടെ പോയി പറയും? ഞങ്ങളുടെ വിഷമങ്ങൾ ഞങ്ങൾ എവിടെ പോയി പറയും? ഞങ്ങൾ ആര് സഹായിക്കും? ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ് എന്ന വചനം ഓതി, ഒച്ചത്തിൽ ഓതി, ആവർത്തിച്ചോതി. ഉമർ എന്ന ഭരണാധികാരി, ഉമർ എന്ന ഇമാമ് മെഹ്റാബിൽ മറിഞ്ഞു വീണു. പ്രിയപ്പെട്ടവരെ, മറിഞ്ഞു വീണിട്ട് രോഗിയാകുന്നു, അല്ലേ? രോഗിയാകും. അവസാനം ഷഹാദത്ത് വരിക്കുന്ന സമയം വരെയും ഈ നിലയിൽ ഖുർആൻ വമല്ലം യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടു, ആളുകൾക്ക് ഉപകാരപ്പെട്ടു. എൻ്റെ പ്രസംഗം കേട്ട് ഒരുപാട് ആളുകൾ നന്നായി. പക്ഷെ എനിക്കെന്ത് ഉപകാരമുണ്ടായി? മരണത്തിന്റെ അവസാനത്തെ നിമിഷം വരെയും ഉമർ വെപ്രാളത്തോടുകൂടി കരഞ്ഞു കഴിയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഓരോ സഹാബാക്കളുടെയും മാനസികാവസ്ഥ ഇതാ. പാതിരാത്രിയിൽ എഴുന്നേറ്റ് ഒരു ഭർത്താവ് കരയുന്നു, പിന്നിൽ ഭാര്യ ചെന്നിരുന്നു ഒപ്പം കരയുന്നു. ഭർത്താവ് തിരിഞ്ഞു നോക്കിയിട്ട് ചോദിക്കുക, നീ എന്തിനാ കരയുന്നത്? അപ്പൊ ഭാര്യ പറഞ്ഞു, നിങ്ങൾ എന്തിനാണോ കരയുന്നത്? അതിന് ഞാനും കരയുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിൽ നമ്മൾ ഇപ്രകാരം ഒരു കരച്ചിൽ ശബ്ദം മുഴങ്ങിക്കേട്ടാൽ എന്തുകൊണ്ട് കരഞ്ഞു എന്ന് അന്വേഷിച്ചു നോക്കൂ. മോളെ കെട്ടിക്കാൻ കുറച്ച് നാളായി ഞങ്ങൾ കറങ്ങി നടക്കുന്ന, ഒരു നല്ല പുതിയാപ്പിളെ കിട്ടിയില്ല. പുര വെക്കാൻ ഞങ്ങൾ കുറെ ശ്രമിക്കുന്നു, ഞങ്ങൾക്ക് പുരയെടുക്കാൻ തൗഫീഖ് കിട്ടിയില്ല. 32 വർഷമായി ഇപ്പോഴും ഞങ്ങൾ വാടക വെട്ടി താമസിക്കുകയാണ്. അങ്ങനെ പറഞ്ഞാൽ പലപ്പോഴും ഭാര്യയും ഭർത്താവും കരയുന്നത്. ഭാര്യയുടെ കരച്ചിലിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ എന്തിനാണോ കരയുന്നത് അതിനാണ് ഞാനും കരയുന്നത് എന്ന് പറഞ്ഞു. ഭർത്താവ് പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, നാളെ പരലോകത്ത് ആരോരും സഹായിക്കാനില്ലാത്ത സമയത്ത്
ഞാൻ ഒറ്റയ്ക്ക് ഒരു മലയിടുക്ക് കടന്നു പോകണം. ആ മലയിടുക്ക് കടന്നു പോകുമ്പോൾ എന്നെ കൈപിടിച്ച് രക്ഷപ്പെടുത്താൻ ആരുമുണ്ടാവുകയില്ല. അന്ന് അക്കരെ കടക്കുമോ ഇല്ലേ എന്ന വെപ്രാളത്തിലാണ് ഞാൻ കരയുന്നത്. പ്രിയപ്പെട്ടവരെ, ഓരോ പുരുഷനും ഓരോ സ്ത്രീയും ഓരോ ഭർത്താവും ഓരോ ഭാര്യയും ഓരോ ഉമ്മയും ഓരോ വാപ്പയും ഇപ്രകാരം ഹൃദയത്തെ സ്വാധീനിച്ച വിശുദ്ധ ഖുർആനിൻ്റെ വാക്യങ്ങളിലൂടെ, വരികളിലൂടെ, അത് നയിക്കുന്ന മാർഗത്തിലൂടെ നടക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ നല്ല വ്യക്തികളുണ്ടാകും, നല്ല കുടുംബങ്ങളുണ്ടാകും, നല്ല ഉമ്മമാരും നല്ല ഉപ്പമാരും ഉണ്ടാകും, നല്ല ഭർത്താക്കന്മാരും ഭാര്യമാരും ഉണ്ടാകും, നല്ല മക്കളുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിലൊക്കെ മരണം വരെയും പരിശുദ്ധ ഖുർആനിനെ നെഞ്ചേറ്റാൻ, ഖുർആനിനെ ഉയർത്തിപ്പിടിക്കാൻ, അതിൻ്റെ സന്ദേശത്തെ സമൂഹത്തിന് സമ്മാനിക്കാൻ, അതിനനുസൃതമായ നിലയിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, കരുപിടിപ്പിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഇരുന്ന നമ്മളെല്ലാവരെയും അള്ളാഹു ഖുർആനിൻ്റെ ആളുകളായി, ഖുർആനിൻ്റെ അഹ്ലുകാരായി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ എവിടെ എൻ്റെ അഹ്ലുകാരെന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ ആ അഹ്ലുകാർ ആരാണെന്ന് അത്ഭുതത്തോടെ മലക്കുകൾ പറയുമ്പോൾ അത് എൻ്റെ ഖുർആനിൻ്റെ ആളുകളാണെന്ന് പറയും. ആ കൂട്ടത്തിൽ നമ്മളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൽ പങ്കെടുക്കുകയും ഇത് സംഘടിപ്പിക്കുകയും ഇതിനായി അധ്വാനിക്കുകയും ചെയ്ത എല്ലാവർക്കും അല്ലാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും ഖൈറുകളും സമ്മാനിക്കുമാറാകട്ടെ. നമ്മളുടെ ഒക്കെ പരിശ്രമങ്ങളെ, പ്രത്യേകിച്ച് വളർന്നു വരുന്ന നമ്മുടെ പുതിയ തലമുറകളെ ഖുർആനിൻ്റെ അഹ്ലുകാരാക്കി, ഖുർആനിൻ്റെ പ്രചാരകന്മാരാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധ ഖൈറു ബറക്കാത്തുകൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അതൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ ആശംസിച്ചുകൊണ്ട് വിനീതൻ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.